ഓം ശാന്തി. ഞാൻ ആത്മാവ് ബാബ്ദാദയുടെ പാലന അനുഭവിക്കുന്ന ആത്മാവാണ്. ഞാൻ അതിഭാഗ്യശാലി ആത്മാവാണ്. വർത്തമാനകാലത്തിലും ഭാവിയിലും ഞാൻ മഹാൻ തന്നെയാണ്. ഞാൻ ബ്രാഹ്മണ ആത്മാവ്. ശക്തികളും ഗുണങ്ങളെ കൊണ്ടും സദാ സമ്പന്നമാണ്. എൻ്റെ ദൃഷ്ടിയും വൈബ്രേഷനും അലൗകികമാണ്. എൻ്റെ സ്വഭാവത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും മുഖത്തിലൂടെയും സദാ ദിവ്യതയുടെയും മഹാനതയുടെയും തിളക്കം കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അമൃതവേള മുതൽ മുഴുവൻ ദിവസത്തിലും ഓരോ കർമ്മത്തിലും ഓരോ സമയത്തും എൻ്റെ സ്ഥിതി ഏകരസമായിരിക്കുന്നു. ഞാൻ സദാ അലൗകികവും ഹർഷിതവുമായിരിക്കുന്നു. സാധാരണ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഫരിസ്തയുടെ പെരുമാറ്റമാണ് ഉള്ളത്. ഓരോ പ്രകാരത്തിലുമുള്ള പരിതസ്ഥിതിയിലും പ്രശ്നങ്ങളിലും എൻ്റെ സ്വഭാവവും പെരുമാറ്റവും ഫരിസ്തയ്ക്ക് സമാനമാണ്. ഏതെങ്കിലും പ്രകാരത്തിലുമുള്ള വാക്കുകളോ കാര്യങ്ങളോ എൻ്റെ മുന്നിൽ വരികയാണെങ്കിൽ ഞാൻ അതിനെ അലൗകികതയിലേക്ക് പരിവർത്തനപ്പെടുത്തുന്ന ഫരിസ്തയാണ്. എന്ത് സംഭവിച്ചാലും എൻ്റെ ഉള്ളിൽ അലൗകികതയുടെ തിളക്കം സദാ ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ എല്ലാവരെ പ്രതിയും സദാ ശുഭചിന്തനവും ശുഭഭാവനയും വയ്ക്കുന്നു. കൽപ്പം മുൻപും ഞാൻ ഫരിസ്തയായിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് ഫരിസ്തയാകുക തന്നെ വേണം. സൂക്ഷ്മമായ അലസതയെപ്പോലും ഞാൻ സ്വാഹ ചെയ്യുകയാണ്. ഞാൻ സദാ ഉണർവിലും ഉത്സാഹത്തിലുമാണ്. ബാബയും ദാദയും രണ്ടുപേരും സദാ 1000 കണ്ണുകൾ കൊണ്ടും 1,00,000 കാതുകൾ കൊണ്ടും എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിൽ വളരെയധികം പ്രതീക്ഷ വച്ചിരിക്കുകയാണ്. ഞാൻ ഏതൊരു കാര്യത്തിലും ലൂസാകുന്നില്ല. എന്ത് കാര്യം കഴിഞ്ഞു പോയോ അത് കഴിഞ്ഞു. അതിനെയെല്ലാം ഇപ്പോൾ ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ സ്വയത്തെ പ്രതിയും മറ്റുള്ളവരെ പ്രതിയും എൻ്റെ ഉള്ളിൽ കേവലം ശുഭസങ്കല്പം മാത്രമാണ് ഉള്ളത്. കാരണത്തെ നിവാരണം ചെയ്ത് മനസ്സാകുന്ന കടലാസിനെ പൂർണ്ണമായും ഞാൻ ക്ലിയറാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ചെറിയ തടാകത്തിൻ്റെ ദൃശ്യം എൻ്റെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തടാകം പായലുകളും ചെടികളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അതിലെ കച്ചറകളെ എടുത്തു കളയാൻ വേണ്ടി ഒരു വല പോലെയുള്ള ബ്രഷ് ഉപയോഗിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറെ വഴിയിലൂടെ
ശുദ്ധമായ ജലം തടാകത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം തടാകം വളരെ ശുദ്ധമായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തടാകത്തിൽ സുന്ദരമായ നീലാകാശം വളരെ സ്പഷ്ടമായി കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തടാകം എൻ്റെ ഉപബോധ മനസ്സിൻ്റെ പ്രതീകമാണ്. ശുദ്ധജലം ബാബയുടെ ദിവ്യ ജ്ഞാനമാണ്. വലബ്രഷ് എൻ്റെ പുരുഷാർത്ഥമാണ്. ഇതുപോലെ എൻ്റെ മനസ്സ് സ്വച്ഛവും സ്പഷ്ടവുമായി മാറിയതിലൂടെ എൻ്റെ ഉയർന്ന അവസ്ഥയായ ഫരിസ്താസ്ഥിതി എന്നിൽ പ്രതിഫലിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടോ അതിനെയെല്ലാം ഞാൻ ഉൾക്കൊള്ളുകയാണ്. പഴയ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഞാൻ സമാപ്തമാക്കി എൻ്റെ അനാദി ആദി സംസ്കാരങ്ങളെ ഞാൻ എമർജ് ചെയ്യുകയാണ്. ഉൾക്കൊള്ളാനുള്ള ശക്തിയെ ഞാൻ പൂർണ്ണമായ രീതിയിൽ ഉപയോഗിക്കുന്നു. മനസ്സിൻ്റെ പ്ലേറ്റിനെ വ്യർത്ഥത്തിൽ നിന്നും കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും ശുദ്ധമാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ. അതിനെ വൈബ്രേഷൻ്റെ രൂപത്തിൽ പോലും എൻ്റെ മനസ്സിൽ ഞാൻ വയ്ക്കുന്നില്ല. എൻ്റെ എല്ലാ ബോധവും സ്വച്ഛവും ശുദ്ധവുമാണ്. ഞാൻ സദാ ബാബയുടെ സ്മൃതി സ്വരൂപത്തിൽ ഇരിക്കുന്ന ഫരിസ്തയാണ്. എൻ്റെ സ്വഭാവത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും മുഖത്തിലൂടെയും ബാബയെ പ്രത്യക്ഷമാക്കുന്ന മഹാൻ ആത്മാവാണ് ഞാൻ. ഓം ശാന്തി.